ഇപ്പം ഞങ്ങളുടെ വയനാട്ടിലുള്ള തണുപ്പ് എന്ന് വെച്ചാൽ അസാധ്യമായ തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ തൊണ്ട കുത്തിപ്പറിച്ചുള്ള ചുമയും എല്ലാം എത്ര മരുന്ന് കഴിച്ചാലും കുറയുന്നത്. അതിനൊക്കെയുള്ള ഒരു അടിപൊളി മാർഗ്ഗമാണ് കേട്ടോ ഇത്. ഈ ഒരു തണുപ്പിന് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കറി അല്ലെങ്കിൽ രസമാണ് കേട്ടോ. ഇന്ന് തയ്യാറാക്കുക. പച്ച കുരുമുളകിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ. ഇപ്പോൾ സീസണാണല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ചൂടോടുകൂടി തന്നെ അത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മൾ കഴിക്കണം, കുടിക്കണം. അതാണ് നമുക്ക് എന്താ പറയുക നല്ലൊരു ആശ്വാസമുണ്ട് ഈ ഒരു കാലാവസ്ഥയിൽ. വരുന്ന അസുഖങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ നല്ലൊരു മരുന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെയുള്ളൊരു രസമാണ് കേട്ടോ. പച്ചക്കുരുമുളകാണ് നമ്മൾ അധികം ഇതിൽ ചേർക്കുന്നത്. ഇപ്പോൾ ഒരു കുരുമുളക് ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പറിച്ചെടുക്കുവാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിന് ദോഷവുമില്ല, ഒത്തിരി നല്ല ഗുണമുള്ളതാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ എത്ര മരുന്ന് കഴിച്ചാലും നമുക്ക് മാറാത്ത ചുമയാണെങ്കിൽ പോലും ഇത് കഴിക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വാളംപുളി വേണം. അപ്പോൾ വാളംപുളിയിലേക്ക് ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത എടുത്ത വാളംപുളിയിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് വെള്ളം വേണോ അത്ര എമൗണ്ട് വെള്ളം ഈ ഒരു വാളംപുളിയിലേക്ക് ആദ്യം ഒഴിച്ചിടാം. പിന്നെ നമ്മൾ ഇടികല്ല് എടുത്തിട്ടുണ്ട്. ഇടികല്ലിലേക്ക് ഇത് കണ്ടോ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവനോടെയുള്ള മല്ലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മല്ലി ഒന്ന് ഇടിച്ചെടുക്കുവാണ്. പിന്നെ ഒരു ഇഞ്ച് നീളത്തിലുള്ള പിന്നെ ഇഞ്ചിയുടെ പീസ് നന്നായിട്ട് തോലൊക്കെ ചെത്തി വാഷ് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഇടിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ മല്ലി ഇഞ്ചി ഇടിച്ചെടുത്തു. പിന്നെ നമ്മളതിലേക്ക് ഒരു ചെറിയൊരു പിടുത്തം പിന്നെ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയൊക്കെ നമ്മളെ ഇഷ്ടം നമ്മൾ എത്രത്തോളം നമ്മളെ കയ്യിലുണ്ടോ അത്ര അളവിലിട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് കറിയായിട്ട് കഴിക്കണം എന്നില്ല, ഞാൻ ആദ്യമേ പറഞ്ഞു. നമുക്ക് നല്ല കുറവുണ്ട് കേട്ടോ തൊണ്ടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുടിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിലേക്ക് ചെറിയുള്ളി ഒന്ന് ചതച്ച് വരുന്നപ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ആയി വരുമ്പോൾ നമ്മൾ കണ്ടില്ലേ ഞാനൊരു 4 പിന്നെ തിരിയോളം പച്ചക്കുരുമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പച്ചക്കുരുമുളകാണ് ഈ ഒരു രസത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്നാലും അങ്ങനെ കുത്തുന്ന ചുവയില്ല താനും, എന്നാൽ അത്യാവശ്യം നല്ല പിന്നെ ഒരുപാട് മുറ്റിയ കുരുമുളകാണെങ്കിൽ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. പിന്നെ വളരെ കുറച്ച് എമൗണ്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചെറിയൊരു പീസ് കായം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതൊന്ന് നന്നായിട്ട് എണ്ണയിൽ വറുത്ത് ആദ്യം തന്നെ കോരി മാറ്റണം. അപ്പോൾ കായത്തിൻ്റെ പൗഡർ കയ്യിലുള്ളവരാണെങ്കിൽ ആ ഒരു പൗഡർ മതിയാവും കേട്ടോ. അന്നേരം ഈ ഒരു കായം മൂപ്പിച്ചെടുക്കണ്ട. ഈ കായം കൂടി നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ മല്ലി പിന്നെ ചെറിയുള്ളിയൊക്കെ ഞാൻ ചതച്ച് അതൊന്ന് കോരി മാറ്റുവാണ്. ഇനി ഇതിലേക്ക് തന്നെ നമ്മളുടെ കായം കൂടി ഇട്ട് കൊടുത്തിട്ട് കായം ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നന്നായിട്ട് വറുത്താലത് അത്ര തന്നെ ഒത്തിരി മുരിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ നൈസ് പൗഡറായി കിട്ടിയിട്ടില്ല. എന്നാലും അത്യാവശ്യം നന്നായി ചതച്ചെടുത്തു കേട്ടോ. പിന്നെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തു. 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുക്, നല്ല ചെറിയ ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം, അതുപോലെ തന്നെ പിന്നെ ഉലുവയും കൂടി ചേർത്ത് കേട്ടോ. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചുവന്നുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി എല്ലാം കൂടിയുള്ള ആ ഒരു ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ രസം തയ്യാറാക്കുന്നത് പോലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ കൂടി അതിൽ വരുത്തിയിരിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കുരുമുളകിലാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ചൂടോടുകൂടി തന്നെ നമ്മളത് കഴിക്കുമ്പോൾ പിന്നെ എപ്പോഴും എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ആദ്യം ചതച്ചെങ്കിൽ കൂടി പച്ചക്കുരുമുളക് ചതയ്ക്കുന്നത് ഈ രസം തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചതയ്ക്കുന്നത് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചക്കുരുമുളക് എല്ലാവർക്കും അറിയായിരിക്കും. അത് ചതച്ച് പെട്ടെന്ന് അതിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ആവും. അപ്പോൾ ചതച്ച് നമുക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഇത് കണ്ടോ ചതച്ചെടുക്കുന്ന വഴിക്കാൻ അതിൻ്റെ കളർ മാറും. അതുകൊണ്ട് എപ്പോഴാണോ നമ്മളത് യൂസ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ മാത്രമേ അത് ചതച്ചാൽ മതി കേട്ടോ. എന്നാലങ്ങനെ ഒത്തിരി കളറ് മാറില്ല, ഒത്തിരി അങ്ങനെ കളറ് മാറി കിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ചെറിയ തീയിലിട്ട് നല്ല മൺചട്ടിയിലിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഒരു പിടി അളവിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മല്ലിച്ചപ്പ് ഈ തമ്മിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഇത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യമായിട്ടുള്ള തണുപ്പാണ്. വൈകുന്നേരം ഒരു 4 മണി 4:30 5 മണിയാകുമ്പോൾ തുടങ്ങുന്ന തണുപ്പ്
രാവിലെ ഒരു 10-10:30 വരെ ഉണ്ടാവും തണുപ്പ്. അതുപോലെയുള്ള തണുപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം. അപ്പോൾ അതിനൊക്കെയുള്ള നമ്മൾ എത്ര തന്നെ മരുന്ന് കഴിച്ചാലും ആ മരുന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇത് വീണ്ടും വരും ചുമയൊക്കെ. അപ്പോൾ അതിനൊക്കെയുള്ള നല്ലൊരാശ്വാസമാണ് കേട്ടോ. അത് വെറുതെ പറയുന്നതല്ല, നമ്മൾ കഴിച്ച് നമുക്ക് അതിന് ഫലം കിട്ടിയതുകൊണ്ടാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടും പറ്റും നമുക്ക്. അല്ലാതെ തന്നെ സൂപ്പൊക്കെ കുടിക്കുന്ന മാതിരി കുടിക്കാനാണ് കൂടുതലും ഈ ഒരു ടൈമിൽ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലെല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു ഇതായതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു നമ്മൾ ചതച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അത്യാവശ്യം വേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ തക്കാളി മതി. നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് വഴണ്ട് വരട്ടെ. ഈ ഒരു ടൈമിലാണ് ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ഒന്ന് ഫൈന പൗഡർ പോലെ പൊടിഞ്ഞ് കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല. ഇനി ഇത് വെള്ളമൊക്കെ നമ്മൾ ചേർത്ത് പുളിവെള്ളമൊക്കെ ചേർത്ത് തിളപ്പിക്കാനുള്ളതാണ് നമുക്ക്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് നന്നായിട്ട് എല്ലായിടത്തും മിക്സായിട്ട് അലിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. ആ ഒരു പച്ചക്കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, നല്ല അതിഗംഭീരമായിട്ട് തന്നെ ഇതിൽ പൂർണ്ണമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടതും. ഇഞ്ചിയും കുരുമുളകും എല്ലാത്തിനും നല്ല അത് മൂത്ത നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് അളവ് വെള്ളം വേണമെങ്കിൽ കൂടുതൽ വേണ്ടവർ കുറച്ചുകൂടി തോനെ വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക മുളക് പൊടിയോ വേറെ ഇനി മല്ലിപ്പൊടിയോ അങ്ങനെയൊന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പച്ചക്കുരുമുളകിൻ്റെ എരിവ് തന്നെ മതി. സാധാരണ നമ്മളെ രസത്തിൽ എന്താ പറയുക കുരുമുളക് പൊടിയും കൂടി ചേർക്കുമല്ലോ. അല്ല, കുരുമുളക് പൊടിയല്ല, മുളക് പൊടി കൂടി ചേർക്കും. എരിവുള്ള മുളക് പൊടി ചേർക്കും. പക്ഷേ ഞാനിതിൽ കുരുമുളക് ഉള്ളതുകൊണ്ട് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നല്ല രസത്തിൽ നല്ല സൂപ്പ് കഴിക്കുന്ന മാതിരി കുടിക്കുന്ന മാതിരി തന്നെ നമുക്കിത് കുടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനിടയ്ക്ക് കഴിക്കുന്ന മാതിരി അത് പെട്ടെന്ന് പറയുമ്പോൾ വരുന്നതാണ്, ക്ഷമിക്കണം. കുടിക്കുന്ന പോലെ നമുക്ക് കുടിക്കാം കേട്ടോ. ഇനി നന്നായിട്ടങ്ങ് ഒരു 5-10 മിനിറ്റോളം നന്നായിട്ടങ്ങ് വെട്ടി തിളക്കട്ടെ. തിളയ്ക്കുമ്പോഴാണ് ആ കുരുമുളകിൻ്റെയൊക്കെ ഒരു എന്താ പറയുക നല്ല ടേസ്റ്റ് എല്ലാ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഭാഗത്തോട്ടും എല്ലാം ഈവനായിട്ടങ്ങ് ആവട്ടെ. ഈ ഒരു ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ആ ഒരു കുരുമുളകിൻ്റെ കളറിലേക്ക് ഇത് വരും കേട്ടോ. ഒരു ലൈറ്റ് യെല്ലോ ഗ്രീൻ യെല്ലോ ഷെയ്ഡിലേക്കാണ് ഇത് വരുന്നത് കണ്ടോ. ഇപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കറിയാം. ഈ ഒരു ടൈമിൽ അത്യാവശ്യം തിളച്ച് തുടങ്ങിയപ്പോൾ ഞാനൊരു വളരെ ചെറിയൊരു കുഞ്ഞ് പീസ് ആ ഒരു ചേർത്തിരിക്കുന്ന പുളിയും വാളംപുളിയാണല്ലോ ചേർത്തത്. അപ്പോൾ ആ ഒരു ചേർത്തിരിക്കുന്ന പുളിയും അതുപോലെ കുരുമുളകിൻ്റെ എരിവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു പീസ് ബെല്ലം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് തികച്ചും ഓപ്ഷണലാണ്. പക്ഷേ ഈ ഒരു ബെല്ലം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു മധുരം മുന്നിട്ട് നിൽക്കുകയും ഒന്നും തന്നെ ചെയ്യില്ല. പക്ഷേ ഈ ഒരു രസത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഈ ഒരു കറിക്ക് പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് ആ ഒരു ബെല്ലം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ. പക്ഷേ നല്ലൊരു രുചി ഇതിന് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ കളർ നോക്കിയാൽ നമ്മൾ ആ കുരുമുളകിൻ്റെയൊക്കെ കളർ ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ. അപ്പം അത്യാവശ്യം ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറവിടുക അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം തന്നെ നല്ല മണവും നല്ല രുചിയാണ് കുടിക്കാനായിട്ട്. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ ഗ്ലാസ്സിലൊഴിച്ച് ഞങ്ങളെല്ലാവരും ഓരോ ഗ്ലാസ് എല്ലാ ദിവസവും കുടിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ബെറ്ററാണ്. നമ്മൾ മരുന്ന് കഴിക്കുന്ന പോലെയല്ല, വെറുതെ പറയുന്നതല്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ഫലമുള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കറിയായിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാൻ പച്ചക്കുരുമുളക് രസമായിട്ട് കൂട്ടാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സൂപ്പായിട്ട് കുടിച്ചിട്ട് നമ്മളെ തൊണ്ടേനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നല്ല അസലൊരു മരുന്ന് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അതിഗംഭീരമായിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിഗംഭീരമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാനും ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓൾ ഓപ്ഷനും കൂടി ടിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക്. പിന്നെ നമുക്ക് ഹൈപ്പ് തരാനായിട്ട് മറക്കരുത്. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഹൈപ്പ് ബട്ടൺ ഉണ്ട്. ആ ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ ഞങ്ങൾക്ക് അതിൻ്റെ പോയിൻറ്റും കൂടി കിട്ടും. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.